ഷാർജയിൽ നിന്നും ദുബായിലേക്കുള്ള പാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്ന പുതിയ ഭൂഗർഭ പാത വരികയാണ്. ഷാർജയിലെ അൽ തവൂൻ മേഖലയിലാണ് ടണൽ നിർമ്മിക്കുക. 750 ദശലക്ഷം ദിർഹം ചെലവിട്ടുള്ള പദ്ധതി ഇക്കൊല്ലം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഷാർജയിലെ ഏറ്റവും തിരക്കേറിയ നഗരപ്രദേശത്തു നിന്നും ദുബായിലേക്ക് പ്രവേശിക്കാനുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതാണ് അൽ തവൂൻ ടണൽ പദ്ധതി. അൽ തവൂൻ റൗണ്ട് അബൌട്ടിൽ നിന്നും അൽ നഹ്ദ ബ്രിഡ്ജ് വരെയാണ് ടണലിന്റെ നീളം. ഇരുവശത്തേക്കും 2 വരി പാതകൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട്. റോഡുകൾ വഴിതിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളും പൂർത്തിയാക്കി. 750 ദശലക്ഷം ദിർഹം ചെലവിലാണ് അൽ തവൂൻ മേഖലയിൽ വൻകിട റോഡ് വികസനം പൂർത്തിയാക്കുന്നത്. ടണലിനൊപ്പം അനുബന്ധ റോഡുകളും നിർമ്മിക്കും. മാത്രമല്ല, വലിയ സ്തൂപമടക്കം നിലവിലുള്ള അൽ തവൂൻ റൗണ്ട് അബൌട്ട് പൊളിച്ചു പണിയും. സ്തൂപം നീക്കം ചെയ്തിട്ടുണ്ട്. മേഖലയിലെ താമസക്കാർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നതാണ് പദ്ധതിയെന്ന് UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി അഭിപ്രായപ്പെട്ടു. സിറ്റി സെന്റർ, അൽ തവൂൻ, ബ്രോള, അബുഷാഗര, അൽ നഹദ തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം ദുബായിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതാണ് പദ്ധതി. രാവിലെയും വൈകിട്ടും 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽ കിടന്നാൽ മാത്രമാണ് നിലവിൽ ഈ മേഖലയിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്. വർഷാവസാനത്തോടെ ടണൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.